ഇന്നിവിടെ ഒരു അവധി ദിവസമാണ്. അതുകൊണ്ട് ഒരുപാട് വൈകിട്ടാണ് ഞാനും ഉണ്ണി എണീക്കുന്നത് കേട്ടോ. എത്ര വൈകി എണീറ്റ് കഴിഞ്ഞാലും ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങൾക്ക് മുഖ്യമാണ്. അപ്പോൾ ഇന്നലെ തന്നെ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു ഇന്ന് രാവിലത്തേനും ഇലയട ഉണ്ടാക്കണം എന്നുള്ളത്. അങ്ങനെ ഇലയട ഉണ്ടാക്കാനുള്ള പരിപാടിയിലാണ് ഞാനും ഉണ്ണിയും. ഉണ്ണി ഇവിടെ അടുക്കളയിൽ ബെല്ല ഒരുക്കുന്ന തിരക്കിലാണ്. അവൾ എല്ലാ കാര്യത്തിനും എന്നെ ഹെൽപ്പ് ചെയ്യും കേട്ടോ. വെള്ളിയും ശനിയാണ് നമുക്കിവിടെ അവധി ദിവസമെങ്കിൽ പോലും വെള്ളിയാഴ്ചയാണ് ഞങ്ങളുടെ മടി പിടിച്ച ദിവസം എന്ന് പറയുന്നത്. കാരണം ശനിയാഴ്ചകളിൽ നമുക്ക് സ്കൂളിലോട്ടുള്ള എന്തെങ്കിലുമൊക്കെ വർക്ക് ഉണ്ടാവും, ലെസൺ പ്ലാൻ ഉണ്ടാക്കാനും അല്ലെങ്കിൽ സ്കൂളിൻ്റെ വകയായിട്ട് PD അല്ലെങ്കിൽ അങ്ങനെയുള്ള എല്ലാ പ്രോഗ്രാംസ് ഒക്കെ വരുന്നത് സാറ്റർഡേ ആയിരിക്കും കേട്ടോ. നമ്മുടെ വെള്ളം നന്നായിട്ട് ഉരുക്കി വന്നിട്ടുണ്ട്. അതിലോട്ട് ഞാൻ കുറച്ച് തേങ്ങ ഇട്ടു, അതുകൂടാതെ ഏലക്കയും പൊടിച്ചിട്ടു കേട്ടോ. ഇനി ഇത് നന്നായിട്ട് ഡ്രൈ ആയിട്ട് വരണം. അപ്പോൾ ഇലയൊക്കെ ഞാൻ ഇന്നലെ പറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇലയൊക്കെ ഞാൻ നന്നായിട്ട് കഴുകിയതിന് ശേഷം നമ്മൾ ഗോതമ്പിൻ്റെ ഇലയുടെയാണ് ഇട്ട് ഉണ്ടാക്കുന്നത്. അതാണ് എനിക്ക് ഉണ്ണിക്ക് ഏറെ ഇഷ്ടം. അതിനുശേഷം നമ്മുടെ റെഡിയാക്കി വെച്ചിരിക്കുന്ന മിക്സൊക്കെ എടുത്തിട്ട് അതിലോട്ട് ഇട്ട് കൊടുത്തു. അങ്ങനെ നമ്മുടെ ഇലയുടെ ഇവിടെ റെഡിയായി. സ്കൂളിൽ പോകുന്ന ദിവസമാണ് ഇത് ഞാൻ ഉണ്ടാക്കുന്നത്. ഞാൻ തലേദിവസം ഉണ്ടാക്കി വെക്കാറുണ്ട് കേട്ടോ. തലേദിവസം ഉണ്ടാക്കി വെച്ചിട്ട് നമ്മൾ രാവിലെ അതൊന്ന് ചൂടാക്കിയിട്ട് കഴിക്കും. അങ്ങനെയാണ് ചെയ്യാറ്. നമ്മുടെ ഇലയുടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. അതൊക്കെ എടുത്ത് ഞാൻ അപ്പച്ചമ്പിലോട്ട് വെച്ച് അടുപ്പൊക്കെ ഒന്ന് കത്തിച്ചു. ഇനി അവിടെ കിടന്ന് അതൊന്ന് റെഡി ആവട്ടെ കേട്ടോ. ആ റെഡി ആവുന്ന സമയം കൊണ്ട് നമുക്ക് കുറച്ച് പാത്രങ്ങൾ കഴുകാനുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് കഴുകി വെക്കാമെന്ന് കരുതി അങ്ങനെ പാത്രമൊക്കെ കഴുകി റെഡിയാക്കി. അപ്പോൾ തന്നെ നമ്മുടെ ഇലയുടെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി കഴിക്കാമെന്ന് കരുതി. പിന്നെ ഞാനും ഉണ്ണിയും ചായ നിർബന്ധമുള്ളൊരു വ്യക്തികളൊന്നും അല്ല. എപ്പോഴെങ്കിലും ഒരു ക്രേവിങ്സ് തോന്നുമ്പോൾ മാത്രമാണ് ഞാൻ ചായ കുടിക്കാറുള്ളത്. മാക്സിമം ചായ പോലുള്ള പാനീയങ്ങൾ ഞാൻ ഒഴിവാക്കാൻ നോക്കാറുണ്ട്. അങ്ങനെ ഞങ്ങൾ കഥകളൊക്കെ പറഞ്ഞുകൊണ്ട് ചായ കുടിക്കുകയാണ് കേട്ടോ. ഉണ്ണിക്ക് ഭയങ്കര ഇഷ്ടമായി ഈ ഒരു ഇലയുടെ. അതിൻ്റെ ഞങ്ങളുടെ ഒരു ഫ്രണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ ഹെയർ കെയർ റൂട്ടീനിലോട്ട് കിടക്കുകയാണ് കേട്ടോ. ശരിക്കും ഞങ്ങളുടെ രണ്ടുപേരുടെ തലയിൽ നന്നായിട്ട് താരനുണ്ട്. ഇവിടുത്തെ ക്ലൈമറ്റിൻ്റെ ആണോ വെള്ളത്തിൻ്റെ ആണോ ഇനി AC-യുടെ ആണോ എന്ന് അറിഞ്ഞുകൂടാ, നന്നായിട്ട് താരനുണ്ട്. ഒരുപാട് ഷാമ്പൂ ഒക്കെ ഞങ്ങൾ മാറി മാറി ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഒന്നും ഒരു ഫലം ഉണ്ടായിരുന്നില്ല. എന്തായാലും ഞങ്ങളുടെ മുടിയുടെ കാര്യത്തിൽ ഏകദേശം തീരുമാനമായിട്ടുണ്ട്. അത്രയ്ക്ക് മുടിയാണ് കേട്ടോ ഓരോ ദിവസം കൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നത്. ഉണ്ണിയുടെ അത്രയ്ക്കില്ല, പക്ഷേ എൻ്റെ മുടി നന്നായിട്ട് കൊഴിയുന്നുണ്ട്. ഇനിയിപ്പോൾ നാട്ടിൽ പോയിട്ട് എന്തെങ്കിലുമൊക്കെ ട്രീറ്റ്മെൻ്റ് ഒക്കെ എടുക്കേണ്ടി വരും, എന്നാലും ശരിയാകത്തുള്ളൂ കേട്ടോ. രാവിലെ തുണി എടുത്തിട്ട് മെഷീനിൽ അലക്കാനിട്ടിട്ടുണ്ടായിരുന്നു. ഉണ്ണിയുടെ മുടിയൊക്കെ കെട്ടി കഴിയുമ്പോഴത്തേനും അത് റെഡിയായി. എന്നാൽ കരുതി പുറത്ത് കൊണ്ടുപോയിട്ട് ഉണങ്ങാനിടാന്ന്. കുറച്ച് ദിവസമായിട്ട് ഇവിടെ നല്ല മഴയായിരുന്നു കേട്ടോ. കാറ്റും മഴയൊക്കെ ആയിട്ട് റോഡിൽ മുഴുവൻ വെള്ളമൊക്കെ ആയിരുന്നു. ഭയങ്കര സീനായിരുന്നു. ഇന്ന് നല്ല വെയിലുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഉണ്ണിയും കൂടി എല്ലാം എടുത്തിട്ട് ആറിയിടാണ് കേട്ടോ. ഉണ്ണി എന്നെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഉണ്ണി എല്ലാ കാര്യത്തിനും എന്നെ ഇങ്ങനെ വന്ന് ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഞാൻ എല്ലാ കാര്യത്തിനുള്ള കൂടെ കൂട്ടും. പിന്നെ ഞങ്ങൾ രണ്ടുപേരും മാത്രമല്ലേ ഉള്ളൂ. അങ്ങനെ ഈ ആഴ്ചത്തെ തുണി അലക്കൽ കഴിഞ്ഞു. ലഞ്ചിൻ്റെ പണികളൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ കുറച്ച് നേരം ഇരുന്നിട്ട് ഞായറാഴ്ച സ്കൂളിലോട്ട് വേണ്ട കുറച്ച് കാര്യങ്ങൾ ചെയ്യാമെന്ന് കരുതിയിട്ട് അവിടെ ഇരുന്നു കേട്ടോ. പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് വന്നിട്ടുണ്ടായിരുന്നു. മിസ്സിനോട് കുറേ നേരം സംസാരിച്ചുകൊണ്ടിരുന്നു. ഇന്ന് മിസ്സും കൂടി ഉണ്ടായിരുന്നു കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. അങ്ങനെ രണ്ടുപേരും കൂടിയിട്ടാണ് ഇന്ന് കുക്ക് ചെയ്തത്. അതിനുശേഷം വീട്ടിൽ നിന്ന് അച്ഛൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. അച്ഛനോട് കുറേ നേരം ഞങ്ങൾ വീഡിയോ കോൾ ചെയ്ത് സംസാരിച്ചു. പിന്നെ മുറ്റം നിറയെ ചാമ്പങ്ങയാണ് കേട്ടോ. ചാമ്പങ്ങക്ക് പിടിച്ചോന്നൊക്കെ നോക്കി. പിന്നെ നമുക്ക് കുറേ നേരം ഇവിടെ ഇങ്ങനെ ഇരിക്കാൻ പറ്റില്ല, കാരണം ഇവിടെ ഭയങ്കര കൊതുകാണ്. ഇപ്പോൾ ഡെങ്കു കേസ് കുറേയൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അവിടെ ഞാൻ പെട്ടെന്ന് ഉള്ളിൽ കയറി പോയി കേട്ടോ. അങ്ങനെ വൈകുന്നേരം ആയപ്പോൾ ഞാനും ഉണ്ണിയും കൂടി ഒന്ന് ബീച്ചിലോട്ട് പോയതാണ്. സൺസെറ്റൊക്കെ ആസ്വദിച്ചുകൊണ്ട് ഞാനും ഞങ്ങളുടേതായിട്ടുള്ള ലോകത്ത് കുറേ നേരം അങ്ങനെ ഓർമ്മകൾ പുതുക്കിക്കൊണ്ട് അവിടെ ഇരുന്നു. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ പാർക്കിലോട്ടാണ് വന്നത്. ഉണ്ണിക്ക് കുറേ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു അവിടെ. അങ്ങനെ ഉണ്ണി അവരുടെ കൂടെ കളിക്കാൻ തുടങ്ങി. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് രാത്രിയാണ് കേട്ടോ ഞങ്ങൾ വീട്ടിലോട്ട് വരുന്നത്. ഇനി ഫുഡ് കഴിച്ച് കിടന്നുറങ്ങണം. അപ്പോൾ അത്രയേ ഉള്ളൂ. അണ്ടിൽ ദ നെക്സ്റ്റ് വീഡിയോ, ഇറ്റ്സ് മീഡിയ സൈനിങ് ഓഫ്.